ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ഒക്കെ മാത്രമേ കഴിക്കൂ എന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ചിക്കൻ കറി വെച്ചാലൊന്നും കഴിക്കാതെ വെറും ചിക്കൻ പൊരിച്ചത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറയുന്ന അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് പുളിയാട്ടോ. അപ്പോൾ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ എന്ന് പറയാൻ അത്ര വേണ്ടിയില്ല, അതിലും കുറച്ച് ചെറുതായിട്ട് നമ്മൾ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് സോക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു മിക്സിയുടെ ജാറെടുക്കുക. അതിലേക്ക് മീഡിയം സൈസുള്ളൊരു സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളകാണ്, ചുവന്ന മുളക്. അപ്പോൾ കാശ്മീരി മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 8 ഒക്കെ എടുക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 4 5 മാത്രമായിട്ടോ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾ കാശ്മീരി മുളക് ചേർക്കുന്നതാണെങ്കിൽ അതിന് ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിനി ഇതിലേക്ക് 3 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ, ഗാർലിക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ സോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പുളി ഉണ്ടല്ലോ, ആ ഒരു വെള്ളം പുളിയും മൊത്തത്തിൽ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പുളി വെള്ളത്തിൽ തന്നെ നന്നായിട്ട് ഇത് അരഞ്ഞങ്ങ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലേ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. പുളിവെള്ളം കൂടി നമ്മളിതാ ഇതിലേക്ക് പുളിവെള്ളവും കൂടി കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ അരച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിത് ഓയിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, വെളിച്ചെണ്ണ വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളിത് ഗീ വെച്ചിട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ചിക്കൻ ഗീ റോസ്റ്റാണ് ഇത്. അപ്പോൾ 1 ടീസ്പൂണോളം ഗീ നമ്മളിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറി വരണം. പച്ചമണം ഉണ്ടാവുമല്ലോ നമ്മളെ ആ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ലൊന്ന് മാറി കിട്ടിയതിന് ശേഷം ആട്ടോ നമ്മളിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിലേക്ക് ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലും കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിൽ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതാട്ടോ ഇതിൻ്റെ ആ ഒരു പരുവെന്ന് പറയുന്നത്. എണ്ണയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഈ ഒരു സവാളയൊക്കെ അരച്ചെടുത്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടാവുമല്ലോ ഇതിലേക്കുള്ളത്, അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പില കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതാ കറിവേപ്പിലയും ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ 1/2 കിലോ ചിക്കൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിലേക്ക്. വെള്ളമൊന്നും ഒഴിക്കാനേ പാടില്ല. ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഈ ഒരു വെള്ളം ഏകദേശം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി അങ്ങ് നമ്മൾ ഈ ഒരു വെള്ളം കൂടി അങ്ങ് വറ്റി കിട്ടുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളുവേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് കൂടുതൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികൾ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പം ചേർത്തിട്ടുള്ള ഗരം മസാലയും കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ മാത്രമായിട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. നമ്മളിതിലേക്ക് മല്ലിയോ മഞ്ഞളോ ഒന്നും ചേർക്കുന്നില്ല. നമുക്കിനി വേറെ പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീയും കൂടിയും ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ ചെയ്യാൻ പാടില്ല കേട്ടോ. എന്നാൽ നമ്മൾ ഈ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. ഗീ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് ഗീ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടല്ലോ 1 ടീസ്പൂണോളം. അപ്പോൾ അത് മാത്രം മതിയാണെന്നുണ്ടെങ്കിൽ അത്ര മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പരുവത്തിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗീയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് ചിക്കനിലേക്ക് മസാല നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കിട്ടും. കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഡാർക്ക് കളറുള്ള ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈയുടെ ആ ഒരു പരുവത്തിൽ ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. ഇതിങ്ങനെ വറ്റി വരുന്ന സമയത്ത് അടിഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കിക്കൊണ്ടേ നിൽക്കുമ്പം പെട്ടെന്ന് അതിൽ ആ ഒരു വെള്ളമൊക്കെ അങ്ങ് വറ്റി കുറുകി കിട്ടിക്കോളൂ കേട്ടോ. ഈ ഒരു പരുവത്തിൽ ആയിട്ട് വരുവേ. അപ്പോൾ ഇനി ഒരുപാട് വെക്കണ്ട. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും നല്ലത് നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു പീസ് ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമുണ്ടാവില്ല. അപ്പോൾ ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മസാലയൊന്നും കുറേ ചേർക്കാതെ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാനും പറ്റും. എന്നാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. ചിക്കൻ ഫ്രൈ മാത്രം കഴിക്കുമെന്ന് പറയുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.